അങ്ങനെയില്ല കേട്ടോ. അത് ചോദിച്ചത് നന്നായി. ഒരേ ഇൻട്രസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഓരോ ആളുകളെ കാണുമ്പോഴും ബെറ്റർ പേഴ്സണെ കിട്ടുമോ അതും കൂടി നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരാം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഒരു റിലേഷൻ മാത്രമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ ഒരാൾ വേണം, നമ്മളെ കേൾക്കാൻ ഒരാൾ വേണം, കൂടെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫീല് വരുന്നതാണ് ആക്ച്വലി കല്യാണപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിന് നമ്മുടെ ഫീലാണത്. നമ്മൾ ആങ്ഷ്യസ് ആയിട്ട് ചിന്തിക്കുകയാണ്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ റിയാക്ഷൻ എന്താവും എന്നുള്ളത് പേടിച്ചുകൊണ്ട് പ്ലാൻ ചെയ്ത് പെരുമാറേണ്ടി വരിക എന്നുള്ളതാണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി പിന്നെ പിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കോൺഫ്ലിക്റ്റുകൾ വരുന്നതിന് ശേഷം ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് പോവില്ലയോ എന്നുള്ളത് മനസ്സിലാവും. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും വേറെ ഒരാളുടെ മൈൻഡ് അങ്ങനെ റീഡ് ചെയ്യാനുള്ള സ്കില്ലൊന്നും തന്നു വിട്ടിട്ടില്ല. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആർദ്ര മോഹനാണ്. നമസ്കാരം. താങ്ക് യു. നമ്മൾ എല്ലാവരും ബന്ധത്തെ ഭയങ്കര കാര്യമായി പരിഗണിക്കുന്നവരാണ്. അതിൽ പ്രത്യേകിച്ച് പ്രണയമൊക്കെ ആണെങ്കിൽ കുറച്ചധികം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ടൈം. ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു പ്രണയം തുടങ്ങുന്നതിന് മുൻപ്, സൗഹൃദം സംഭവിക്കുന്ന ഒന്നാണ്, പ്രണയത്തിൽ നമ്മൾ കുറച്ച് ലോജിക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് പറയൂല, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങണം? പല സംസാരവും ഓർഗാനിക്കലി സംഭവിക്കുന്നതാണ്. പ്രണയം സംഭവിക്കല്ലേ, പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടെൻഡൻസീസ് നമുക്ക് ഉണ്ടാവും. പ്രണയം തുടങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു മാരേജ് എന്നുള്ള രൂപത്തിലേക്ക് നോക്കുകയാണെങ്കിലാണ് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്ലാനുകൾ വരുന്നത്, കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഏരിയ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് നോക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കരിയർ പ്ലാൻ എന്താണെന്നുള്ളത് നോക്കേണ്ടി വരും, നമ്മൾ എവിടെ സെറ്റിൽഡ് ആവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വരും, ഫാമിലി കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഉണ്ടാവും, വാല്യൂ സിസ്റ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ടാവും, എന്താ പറയുക, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റീസ് എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാവും, ഫൈനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാവും, ഇൻട്രസ്റ്റുകൾ, ഇപ്പോൾ ഹോബീസ് ആയിക്കോട്ടെ, നമുക്ക് ലെഷർ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത് ഉണ്ടാവും. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി ഇമോഷണലി അവൈലബിൾ ആണോ, നമ്മുടെ ഇമോഷണൽ നീഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതെങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഈവൻ നമ്മുടെ സെക്ഷൽ നീഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബിഫോർ മാരേജ് ഒരു പ്രീ മാരിറ്റൽ പീരീഡിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാണ്. ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആളുകൾ പൊതുവേ, ഇതൊക്കെ എങ്ങനെയാണ് സംസാരിക്കുക കല്യാണത്തിന് മുന്നേ എന്നുള്ള തോന്നലുണ്ടാവും. അപ്പം അത് സംസാരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അത് അതിൻ്റേതായിട്ടുള്ള പേസിൽ സംസാരിച്ചാൽ മതി എന്നുള്ളതേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനത്തെ കോൺവെർസേഷൻസ് നടത്തുന്നത് ചിലപ്പോൾ ഷോക്കിംഗ് ആയി തോന്നാം, പക്ഷേ അതിനുള്ളൊരു പേസ് നമ്മൾ ബിൽഡ് ചെയ്ത് അതിനുള്ളൊരു സ്പേസും ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ബിഫോർ മാരേജ് ഇങ്ങനത്തെ സംസാരമൊക്കെ ഉള്ളതാണ്. ഒരു ക്ലാരിറ്റിയോടുകൂടി മറ്റാളെ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് പോവാം. ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രമേ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് ആവുള്ളൂ? അങ്ങനെയില്ല കേട്ടോ. അത് ചോദിച്ചത് നന്നായി. ഒരേ ഇൻട്രസ്റ്റ് ആവണമെന്നില്ല, പക്ഷെ മറ്റാളുടെ ഇൻട്രസ്റ്റുകളും മനസ്സിലാക്കാനും അതെന്താന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഓപ്പൺനെസ് നമുക്ക് ഉണ്ടായാൽ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു കാര്യമുള്ളൂ. ഇനി അതല്ല, ഇൻഡിവിജ്വാലിറ്റി നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അയാൾക്ക് എക്സ്പ്ലോർ ചെയ്യാം, എനിക്കിഷ്ടമുള്ളത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാം, അതിനുള്ള പ്രോപ്പർ ടൈമും കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വേറെ ഇൻസെക്യൂർ ഫീലൊന്നും അതിനകത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരേ ഇൻട്രസ്റ്റ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരേ ഇൻട്രസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കണക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും മറ്റൊരാളുടെ ഇഷ്ടം. ചിലപ്പോൾ നമ്മളൊരു ഓപ്പൺ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാം. ചില കാര്യത്തിൽ നിർബന്ധമില്ല, പക്ഷെ നിർബന്ധമൊന്നുമില്ല ഇത് ഒരേ ഇൻട്രസ്റ്റ് ആണെന്ന്. ആളുകൾ എപ്പോഴും പറയുമല്ലോ, ഒരേ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ. അതൊരു ഭയങ്കര തെറ്റിദ്ധാരണ കൂടി ഉള്ളൊരു കാര്യമായിരിക്കും. ഒരുമിച്ച് ഒരേ കാര്യം ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ മറ്റേ റെസ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അയാളുടെ ഇൻട്രസ്റ്റുകൾ അത് ശരിയല്ല, അതിൻ്റെ ആവശ്യമില്ല, ആഫ്റ്റർ മാരേജ് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യിക്കാതെ അയാളുടെ സ്പേസ് എങ്കിലും അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരേ ഇൻട്രസ്റ്റ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല.
ഇപ്പൊ കൂടുതൽ വായിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കേൾക്കുന്ന കുറേ വേർഡുകളുണ്ട്. ഒന്ന് സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്, കാഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഇതിൻ്റെ കൂടെ ഡേറ്റിംഗ് ഉണ്ട്. അതായത് ഒരു പ്രണയത്തിലേക്ക് പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് ഒരാളെ ഡേറ്റ് ചെയ്യുന്നു, അതേ സമയത്ത് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ്, അതേ സമയത്ത് ഒരു സിറ്റുവേഷൻഷിപ്പ്. ഒരു വ്യക്തിക്ക് ഇത്രയധികം റിലേഷൻഷിപ്പുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത്? അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അതൊരു പ്രണയമോ അങ്ങനെ എന്തെങ്കിലും ആയി പോകാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ. ഇതൊക്കെ ആക്ച്വലി ഇതെങ്ങനെയാണ് പറ്റുന്നതെന്നുള്ളത് അവരുടെ അടുത്ത് തന്നെ നമ്മൾ ചോദിക്കേണ്ടി വരും. അത് ആക്ച്വലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇമോഷണൽ സിറ്റുവേഷൻ ആണെന്ന് വേണം പറയാൻ. ഇത് അവർ വളരെ സിമ്പിളായിട്ട് കണ്ടുകൊണ്ടാണ് പലപ്പോഴും ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. മേ ബി റീസെൻ്റ്ലി ആയിരിക്കും നമ്മളിതിനെ അത്രയും നോർമലൈസ് ചെയ്ത് നമ്മളുടെ ഒരു സൊസൈറ്റിയിലും കൾച്ചറിലും നമ്മളത് കണ്ടുവരുന്നത്. അതിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ട്. പിന്നെ ഈ സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നതിന് ഇപ്പോൾ നമ്മളൊരു ടേം ഇട്ട് വിളിച്ച് തുടങ്ങി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. മുന്നേ ചിലപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇപ്പം അതിനെ ടേം ഇട്ട് വിളിച്ച് നമ്മളതിനെ നോർമലൈസ് ചെയ്ത് സംസാരിക്കുകയും അതൊരു എന്താ പറയുക ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണെന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ഫാഷൻ്റെ ഭാഗമാണെന്നുള്ള രൂപത്തിലോ അങ്ങനെയൊക്കെ പലയിടത്തും പോർട്രേ ചെയ്ത് അതൊരു വെരി കാഷ്വൽ കോമൺ ആയിട്ടുള്ള സാധനമാണ്. അങ്ങനത്തെ റിലേഷൻസ് ആവാം. ഈവൻ ചില ക്ലയൻസ് വരുന്ന സമയത്ത് പല രീതിയിലാണല്ലോ റിലേഷൻസ് പോകുന്നത്. ഇപ്പോൾ റിലേഷൻ്റെ ഇടയിൽ നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ടുള്ളൊരു പീരീഡ് എടുക്കുക, നമുക്കിഷ്ടമുള്ള പോലെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയി ആ സമയത്ത് ഡേറ്റിംഗ് ആപ്സും സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ രണ്ടുപേരും ഒരുമിച്ച് അഗ്രി ചെയ്തിട്ടാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിലും ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഇത് ഭയങ്കര ഇൻസെക്യൂർ ഫീലിങ്സും ട്രസ്റ്റ് ഇഷ്യൂസും ഒക്കെ ബിൽഡ് ചെയ്യുന്ന ഈവൻ മാരേജ് റിലേഷൻസ് തന്നെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം എക്സ്പെരിമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പലപ്പോഴും മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷെ അത് ഇമോഷൻസിനെ ഈ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ കൺഫ്യൂസ്ഡായി പോവാറുണ്ട് പലപ്പോഴും. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്താ, ഇഷ്ടപ്പെടാത്തത് എന്താ, ചിലപ്പോൾ നമുക്ക് പാർട്ട്നേഴ്സിനെ കമ്പയർ ചെയ്യാനുള്ള ടെൻഡൻസീസ് വരാം. അപ്പോൾ ഓരോ ആളുകളെ കാണുമ്പോഴും ബെറ്റർ പേഴ്സണെ കിട്ടുമോ അതും കൂടി നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരാം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഒരു റിലേഷൻ മാത്രമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി അതും പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. ഒരു പാർട്ട്ണറെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നോക്കേണ്ട കാര്യമുള്ളൂ. ഇനി എത്ര പാർട്ട്നേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഡേറ്റ് ചെയ്ത് ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവർക്കാണെങ്കിൽ അത് അവരുടെ ഫ്രീഡം ആണ്. പക്ഷെ അപ്പുറത്തുള്ള ആളുകൾക്കും ആ ക്ലാരിറ്റി കൊടുക്കാൻ അവർ ശ്രമിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇത് കാഷ്വൽ റിലേഷനാണ്, ഇത് സിറ്റുവേഷൻഷിപ്പാണ്, ഇതിൽ ഹോപ്പ് ഒന്നും വെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് പ്രോപ്പർലി അപ്പുറത്ത് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുടെ അടുത്തും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അപ്പുറത്തുള്ള ഒരാൾക്ക് ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കാതെ നമുക്ക് അത് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ വാക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പോയിന്റ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗണിലേക്ക് സംഭവിക്കാനുള്ള ഒരു സാധ്യതയില്ലേ, നമുക്ക് റിഗ്രറ്റ് അടിക്കാനുള്ള ഒരു സാധ്യതയില്ലേ, ഇങ്ങനെയൊക്കെ ഞാൻ വേണമായിരുന്നോ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വേണമായിരുന്നോ, ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാമായിരുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ചിന്തിക്കാമല്ലോ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇത്തരം ആളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക? ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗണോ ഡിപ്രഷനോ ആങ്സൈറ്റി എന്തെങ്കിലുമൊക്കെ കടന്നു പോകാനുള്ള ഒരു സാധ്യതയില്ലേ? എന്താണെന്നറിയോ, നമ്മളെല്ലാവരും കമ്പാനിയൻഷിപ്പ് സീക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയും കല്യാണപ്രായമായിട്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളൊരു സംസാരത്തിന് പകരം ആ ഒരു നീഡ് നമുക്ക് ഇൻറ്റേർണലി തോന്നും. ചിലപ്പോൾ നമ്മുടെ കരിയറിൽ സെറ്റായി ഫൈനാൻഷ്യലി സ്റ്റേബിളായി ഇനി ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ ഉള്ള രീതിയിൽ പോകുമ്പോഴോ ചിലപ്പോൾ നമുക്കൊരു നീഡ് ഫീൽ ചെയ്യാം. നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ ഒരാൾ വേണം, നമ്മളെ കേൾക്കാൻ ഒരാൾ വേണം, കൂടെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫീല് വരുന്നതാണ് ആക്ച്വലി കല്യാണപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിന് നമ്മുടെ ഫീലാണത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഒരു പാർട്ട്ണർ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൺഫ്യൂഷൻസ് ഒന്നും നമുക്ക് ആ റൈറ്റ് ടൈമിലാണ് നമ്മളെ പാർട്ട്ണറിനെ ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. നേരെ മറിച്ച് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കമ്പാനിയൻഷിപ്പ്, പക്ഷെ നമ്മൾ ഫുള്ളി കൺഫ്യൂസ്ഡ് ആണ്, നമുക്ക് എന്ത് വേണം എന്നുള്ളതിൽ ക്ലാരിറ്റി ഇല്ല, ഒറ്റപ്പെട്ട ഫീല് വരുന്നു. ഈ പറയുന്ന ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ഇങ്ങനെ ഒരുപാട് ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ള റിലേഷൻഷിപ്സിലൂടെയൊക്കെ കടന്നു വരുന്ന ആളുകൾ മോസ്റ്റ്ലി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്ത് വേണം എന്നുള്ളതിൽ തന്നെ ക്ലാരിറ്റി ഇല്ല, ഐസൊലേറ്റഡ് ആയി പോവാം, ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുക. ഇതിൽ നിന്നൊക്കെയാണ് പലപ്പോഴും ഡിപ്രഷനായിട്ടോ ആങ്സൈറ്റി ആയിട്ടോ ഇനി എനിക്കൊരു പാർട്ട്ണറെ കിട്ടില്ല എന്നുള്ളതോ, കിട്ടിയാൽ തന്നെ അത് ശരിയാവുമോ എന്നുള്ളതോ, ഇനി അവർ വന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ മറ്റൊരുമായിട്ട് കമ്പയർ ചെയ്യുമോ എന്നുള്ളതോ, അയ്യോ മറ്റേ ആളായിരുന്നു ബെറ്റർ, അയ്യോ അത് മിസ്സായി പോയല്ലോ, അവരിപ്പം മാരീഡായി ലൈഫിലേക്ക് പോയല്ലോ, ഞാൻ മണ്ടത്തരാണോ ചെയ്തത്,
ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന ഗിൽറ്റ് എന്ന് പറയുന്നത് ഇതൊരു തരം ഡിസ്ട്രാക്ഷൻ ആയിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. മനസ്സിലുണ്ടോ? നല്ല എനർജി ഉള്ള ലൈഫിൻ്റെ മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പീരീഡിൽ നമ്മൾ എനർജി മൊത്തം ഈ രീതിയിലേക്ക് വേസ്റ്റ് ചെയ്ത് പോയല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ച പ്ലാനിലേക്കോ ഗോളിലേക്കോ ഒന്നും എത്താതെ പോവാൻ ഇത്തരത്തിലുള്ള കാഷ്വൽ റിലേഷൻഷിപ്സ് ഒരു കാരണമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇമോഷണലി ബുദ്ധിമുട്ടാക്കാറുണ്ട് പലപ്പോഴും. ഇനി അത് നാവിഗേറ്റ് ചെയ്ത് ഒരു റിലേഷനിലേക്ക് പിന്നെ മാറിപ്പോകുന്ന ആളുകളും ഉണ്ട്. റൈറ്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് കിട്ടുകയാണെങ്കിൽ പിന്നെ അതിനുശേഷം ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ഇല്ലാതെ പോകുന്നവരുണ്ട്. നമുക്ക് ശരിതെറ്റുകൾ പറയാൻ പറ്റില്ല, അതെല്ലാം പേഴ്സണൽ ചോയ്സസ് ആണ്. ബുദ്ധിമുട്ടാകുന്ന ആളുകളും വരാറുണ്ട്. അത് പ്രോപ്പറായിട്ട് ഈ കൺഫ്യൂഷൻസിനെ അഡ്രസ്സ് ചെയ്തിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷനിലേക്ക് പോകുന്നവരുമുണ്ട്. പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ബ്രേക്കപ്പ് ആവുന്നു. മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ബ്രേക്കപ്പ് ആയി ഒരാൾ സെറ്റിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ, വിവാഹം കഴിച്ച് സെറ്റിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേയാൾക്ക് ഞാനത് ചെയ്തത് ശരിയായില്ല, അത് ആ ബ്രേക്കപ്പിൽ ഒരു കുറ്റബോധം തോന്നുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവാറുണ്ട്. തിരിച്ച് ആ എക്സിനെ വിളിച്ച് സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു നല്ല പ്രവണതയാണോ? അതിനെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അത് നമ്മൾ അംഗീകരിക്കുന്നതിന് അവിടെ വലിയ പ്രസക്തി ഇല്ല തോന്നുന്നു. അത് അപ്പോഴത്തെ അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് അനുസരിച്ച് അവർ ചെയ്തു പോകുന്നതല്ലേ. അപ്പം എന്തായാലും അതിനകത്തൊരു ഫ്യൂച്ചർ എന്തായാലും ഉണ്ടാവില്ല. മറ്റേ ആൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവർക്ക് തോന്നിയിട്ടുള്ള റിഗ്രറ്റോ അല്ലെങ്കിൽ മറ്റേ ആളുടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്ത രീതികളോ എന്തെങ്കിലും ഗിൽറ്റായിട്ട് ഫീൽ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയൊരു ഹോപ്പോ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമോ, സ്റ്റിൽ നമുക്ക് അയാളുടെ അടുത്തൊരു ഇമോഷണൽ കണക്ഷനോ ഹോപ്പോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻസ് എൻ്റർടൈൻ ചെയ്യാതിരിക്കുന്നതാണ്, കോണ്ടാക്റ്റുകൾ കീപ്പ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അല്ല, പ്രോപ്പർലി രണ്ടുപേരും മൂവ് ഓൺ ചെയ്തിട്ടാണ് അന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞ് അതിനെ മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആ കോണ്ടാക്റ്റ് ഉണ്ടാവുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ നമ്മുടെ കറണ്ട് പാർട്ട്ണറിന് അത് ഓക്കെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അത്രയും നമുക്ക് ബന്ധങ്ങളിൽ റെഡ് ഫ്ലാഗ് ഉണ്ടാവുക. ഇപ്പം എനിക്ക് റെഡ് ഫ്ലാഗ് ഉണ്ടാവാം, ഇപ്പം എല്ലാവർക്കും റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവാം നമ്മുടെ ഒരു പെരുമാറ്റത്തിലോ രീതിയിലോ. അപ്പം അതൊരു ബന്ധത്തിൻ്റെ ഒരു നമ്മളങ്ങ് സ്നേഹിച്ച് തുടങ്ങി ഒരു പീക്കിലെത്തുമ്പോഴായിരിക്കും ചിലരുടെ റെഡ് ഫ്ലാഗ്സ് നമുക്ക് മനസ്സിലാവുക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരാളുടെ ഉള്ളിലെ റെഡ് ഫ്ലാഗ്സ്, അതിപ്പോൾ സൗഹൃദമായിക്കോട്ടെ അല്ലെങ്കിൽ പ്രണയമായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ, നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല, നമുക്ക് നേരെ വെറുതെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലൊന്നും ആളുകളെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ അവരായിട്ട് ഇടപഴകിയാൽ മാത്രമേ അവരുടെ രീതികളും അവരുടെ ചിന്താഗതിയും അവരുടെ പെരുമാറ്റവും ഒക്കെ വരൂ. പിന്നെ അതും ഇനീഷ്യലി എപ്പോഴും നമ്മളൊരു ഇംപ്രഷൻ മേക്ക് ചെയ്യാനുള്ളൊരു രീതിയിലാവുമല്ലോ പെരുമാറുന്നുണ്ടാവാം. അപ്പോഴും നമുക്കവരെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്ത് കാര്യമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കോൺവെർസേഷൻസോ സാഹചര്യങ്ങളോ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ട്രെയ്റ്റുകളൊക്കെ പുറത്ത് വരികയാണെങ്കിൽ പുറത്ത് വരുള്ളൂ. നമുക്ക് ഒരു അൺഈസിനെസ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു അൺസേഫായിട്ട് ഫീൽ ചെയ്യുക, നമുക്ക് നമ്മളായിട്ട് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മൾ ചിന്തിച്ച് സംസാരിക്കേണ്ടി വരിക, ചിന്തിച്ച് പെരുമാറേണ്ടി വരിക. എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടേ ചിന്തിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. ബട്ട് നമ്മൾ ആങ്ഷ്യസ് ആയിട്ട് ചിന്തിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ റിയാക്ഷൻ എന്താവും എന്നുള്ളത് പേടിച്ചുകൊണ്ട് പ്ലാൻ ചെയ്ത് പെരുമാറേണ്ടി വരിക എന്നുള്ളതാണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി പിന്നെ പിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ പലയിടത്തും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളുണ്ടാവാം, പല രീതിയിലുള്ള അങ്ങനെയുള്ള ട്രൈറ്റുകൾ കാണിക്കുന്നവരുണ്ടാവും. പക്ഷെ അത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ഇമോഷണലി ആളുടെ അടുത്ത് അത്രയും കണക്റ്റഡ് ആണ്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ബ്ലൈൻഡ്ലി സ്നേഹിക്കുക, അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാവാറില്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫ്ലോസ് കാണാറില്ല. നമ്മളെപ്പോഴും അവരുടെ പോസിറ്റീവ്സിലേക്കായിരിക്കും മോർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഫേസ് കഴിഞ്ഞ് കോൺഫ്ലിക്റ്റുകളൊക്കെ വന്ന് തുടങ്ങുമ്പോഴാണ് ആക്ച്വലി ഞാൻ പറയും, കോൺഫ്ലിക്റ്റുകൾ വരുന്നതിന് ശേഷം ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് പോവില്ലയോ എന്നുള്ളത് മനസ്സിലാവും. കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത റിലേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ആ കോൺഫ്ലിക്റ്റുകൾ വരുമ്പോഴാണ് ആക്ച്വലി എന്തെങ്കിലും ടോക്സിക് ട്രേറ്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്ത് വരിക. അത് അബ്യൂസീവ് ലാംഗ്വേജ് ആയിരിക്കാം, ചിലപ്പം നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള കോൺവെർസേഷൻസ് ആവാം, അവർ ചെയ്യുന്ന തെറ്റിന് നിങ്ങളെ ബ്ലെയിം ചെയ്യാന്നുള്ള രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത രീതികളായിരിക്കാം. പിന്നെ എല്ലാം നമ്മൾ ഇങ്ങനെ റെഡ് ഫ്ലാഗ് ടോക്സിക് എന്നുള്ള രീതിയിൽ പറയണ്ടെന്ന് തോന്നുന്നു. കാരണം ചിലപ്പോൾ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാത്ത ശരി ഏതാ തെറ്റ് ഏതാന്ന് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ലൈക്ക് ജെൻഡർ റോൾസിലൊക്കെ
അത് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യമല്ലേ, കുട്ടികളെ നോക്കുന്നത് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യമാണ്, കുട്ടികളെ അച്ഛന്മാർക്ക് കുളിപ്പിക്കാനൊന്നും അറിയുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു രീതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് അവർ വളർന്നു വന്നത് അതായത് കൊണ്ട് അവർ പറയുന്നൊരു രീതിയാവാം. അപ്പോൾ ഇത് റോൾ ഡിവിഷനിലൊക്കെ ഈ രീതിയിൽ പെരുമാറുമ്പോൾ ചിലപ്പോൾ മറ്റേ ആൾക്ക് ഇയാളൊന്നും ചെയ്യുന്നില്ല, ഇയാൾ എന്ത് ടോക്സിക് ആണ്, ഇയാൾ അങ്ങനത്തെ ഹസ്ബൻഡാണെന്നൊക്കെ തോന്നാം. അത് അയാൾ ടോക്സിക് ആയതുകൊണ്ടല്ല, അയാൾക്കത് അറിയാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പം അറിവില്ലായ്മ കാരണം ഉണ്ടാവുന്ന പെരുമാറ്റവും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാവും. എല്ലാത്തിനെയും അതുകൊണ്ട് നമ്മൾ റെഡ് ആണോ ഗ്രീൻ ആണോ എന്ന് നോക്കാതെ അഡ്രസ്സ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ പ്രണയവും ഇൻഫാക്ച്വേഷനും, നമുക്ക് ഒരാളെ കാണുമ്പം ഒരാകർഷണം തോന്നാം, ചിലരത് പ്രണയമായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് രണ്ടിനെയും എങ്ങനെയാണ് നമുക്കൊന്ന് ഇത് പ്രണയമാണോ ഇൻഫാക്ച്വേഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുന്നൊരു ഫീലാണ്. മോസ്റ്റ്ലി അട്രാക്ഷൻ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ഇൻഫാക്ച്വേഷൻ ഉണ്ടാവാറുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ അതിൽ അവരുടെ ആ ഒരു കഴിവിൽ അട്രാക്റ്റഡ് ആവുന്നതാണ്. അപ്പം മോസ്റ്റ്ലി അവരുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം, അവർ കൂടെ വേണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ നമ്മൾ പ്രണയം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ടൈം എടുത്ത് എങ്ങനെയപ്പോൾ അത് പറയാം, നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ തോന്നുന്ന രൂപത്തിൽ മേ ബി ഒരു ഫ്യൂച്ചർ നമ്മൾ അവരുടെ അടുത്ത് ഫ്യൂച്ചർ ലൈഫ് പ്ലാൻ ചെയ്യുന്നത് പോലെയൊക്കെ ഉള്ളൊരു ഇൻറ്റൻറ്റോട് കൂടി ഉള്ളൊരു അഫെക്ഷനോ കണക്ഷനോ ഒക്കെയാണ് നമ്മൾ പ്രണയം എന്നുള്ളത് പറയാം. പിന്നെ അത് ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ചും ഡിഫറൻസസ് ഉണ്ട് തോന്നുന്നു. നമ്മളിങ്ങനെ ഒരു ടേം ഇട്ടിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല. ചിലപ്പോൾ ഇൻഫാക്ച്വേഷൻ ലേറ്റസ്റ്റ് സ്റ്റേജിൽ പ്രണയമായിട്ട് മാറാം. ആദ്യത്തെ ഒരു അട്രാക്ഷനെ നമ്മൾ ഒരിക്കലും പ്രണയമായി തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. ഒന്ന് ലോജിക്ക് ഉപയോഗിക്കേണ്ടതില്ല, ഇമോഷന് പുറത്ത്. പ്രണയിക്കുന്നതിൽ ഇപ്പം ലാലേട്ടനൊക്കെ പറയില്ലേ, ഞാൻ ഒരുപാട് പേരെ പ്രണയിക്കാറുണ്ട്, പ്രണയിക്കാൻ നമ്മൾ പറയില്ലേ, ഈ പ്രണയിക്കാൻ അവരുടെ പെർമിഷൻ വേണ്ട എന്ന് പറയുന്നതൊക്കെ ഓക്കെയാണ്. ലൈക്ക് ഇതൊക്കെ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവാം കേട്ടോ. പക്ഷേ നമ്മളൊരു ഫ്യൂച്ചർ അവരുമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അത് മ്യൂച്വൽ ആയിട്ടുള്ള പ്രണയമാകുമ്പോഴത്തേക്കാണ് നമ്മൾ കുറച്ചും കൂടി അതിലേക്ക് ഈ ലോജിക്കും കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ എനിക്കൊരാളെ പ്രണയിക്കാൻ, ഞാൻ മാറി നിന്ന് പ്രണയിച്ചുകൊണ്ടിരിക്കാം എനിക്ക്, അപ്പം അത് അയാൾക്ക് പ്രശ്നമില്ല, എന്നെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിലേ ഉള്ളൂ. നേരെ മറിച്ച് രണ്ടുപേര് തമ്മിലുള്ളൊരു മ്യൂച്വൽ പ്രണയമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ ലോജിക്കും കാര്യങ്ങളും ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പാറ്റബിലിറ്റിയും എല്ലാ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ വേണ്ടി വരുന്നത്. പ്രണയിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം നമ്മൾ ഈ ലോജിക്കൊന്നും അപ്ലൈ ചെയ്യാതെ ചിലപ്പോൾ പ്രണയിച്ച് തുടങ്ങും. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ലോജിക്ക് മസ്റ്റ് എന്തായാലും വേണ്ടി വരും. അത് എത്ര പെട്ടെന്ന് നിങ്ങൾ ലോജിക്കും കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് പ്രണയിക്കാൻ നോക്കുന്നോ അത്രയും നിങ്ങൾക്ക് വേറെ രീതിയിലൊന്നും വിഷമിക്കാതെ പോകാമെന്ന് തോന്നുന്നു. ഈ പങ്കാളികൾക്കിടയിലെ പ്രായ വ്യത്യാസം, സാമ്പത്തികം, ഇതൊക്കെ ഒരു പ്രശ്നമാവാറുണ്ടോ? പ്രശ്നമാവുന്ന കേസുമുണ്ട്, അല്ലാത്ത കേസുമുണ്ട്. അത് പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പം ഹസ്ബൻഡിനും വൈഫിനും ഒരേ രീതിയിലുള്ള സാലറി സ്കെയിൽ ആവണമെന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് ക്ലയൻസിന് നമ്മൾ അബ്രോഡുള്ളവരെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരാൾക്ക് ജോബ് ഉണ്ടാവുള്ളൂ, മറ്റാൾ ഹൗസിലെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അവരൊരു പാർട്ട് ടൈം ജോബിന് പോകുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മ്യൂച്വൽ റെസ്പെക്റ്റിലൊരു വ്യത്യാസം വരുന്നില്ല. ഒരാളെ ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യണില്ല, എനിക്കാണിത് കാരണം പവർ എന്നുള്ള രൂപത്തിൽ ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒരു വിഷയമായി മാറാറില്ല. ആരാണോ അപ്പോൾ കേപ്പബിൾ ആയിട്ടുള്ളത് അവർ ബെറ്റർ ആയിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രൂപത്തിൽ അത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി പ്രായം എന്ന് പറയുന്നതിൽ നമ്മൾ പറയുന്ന മെച്യൂരിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ എന്നറിയില്ല. പക്ഷേ നമ്മളുടെ ഇമോഷണൽ റീസണിങ് രീതികളും നമ്മുടെ സാഹചര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന രീതികളും നമ്മളുടെ നീഡ്സും ഒക്കെ ഡിഫറെൻ്റ് ആവും. നീഡ്സിനേക്കാളുപരി ചിലപ്പോൾ നമ്മുടെ എനർജി ലെവൽസിന് വ്യത്യാസം വരാം. അപ്പം നമ്മുടെ തന്നെ എന്താ പറയുക, ഏർലി ടീനേജ് പ്രായത്തിലുണ്ടായിരുന്ന എനർജിയാണോ നമുക്ക് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും, തൊട്ടൊരു 10 years ബാക്ക് നമ്മളെങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി ലെവൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആവും. ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതും ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യുന്ന രീതികളും ഡിഫറെൻ്റ് ആവും. ഈ ഡിഫറൻസസ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അവരുടെ എനർജി ലെവൽസിൽ വ്യത്യാസം വരാം. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കേസിൽ പറയും, വളരെ പ്രായമുള്ള ഗ്രാൻഡ് പാരൻസ് കുട്ടികളെ നോക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് തോന്നും. അതായത് അവരെ രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല, ചാടാൻ പറ്റില്ല, അവരുടെ പിറകെ നടന്ന് ചെയ്യാനും പറ്റില്ല. ഗ്രാൻഡ് പാരൻസിന് വയ്യാതിരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് അവിടെ റെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ കുട്ടികളുടെ പ്ലേ രീതി എല്ലാം മാറും.
മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ എനർജി ലെവൽസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ. ഇതേ കാര്യം റിലേഷൻഷിപ്പിലും അത്രയും ഏജ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാം. പിന്നെ അതിലും പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടാണോ ഇൻട്രോവേർട്ടഡ് ആയിട്ടാണോ അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ, ഇതൊക്കെയാണ് അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ. ഡയറക്റ്റ്ലി ഏജ് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചെയ്യാം, അതേയൊക്കെ ഈ പറയുന്ന ഏരിയാസിലൊക്കെ ആണെന്നുള്ളൂ. ഈ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, പെൺകുട്ടികൾ അവരെക്കാൾ പ്രായം കുറഞ്ഞയാളെ വിവാഹം കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്തൊരു രീതി. അതെന്തുകൊണ്ട്? അതിന് പിന്നിലെ മനഃശാസ്ത്രം എന്താണ്? നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ കണ്ടുവരുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെ ഇല്ല തോന്നുന്നു. കുറവാണ് എങ്കിലും നമ്മൾ കല്യാണം പൊതുവെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും അത് ഇപ്പോഴും എടുക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി ഒരു ഫ്രണ്ടുമായിട്ട് ഈ ഒരു കോൺവെർസേഷൻ വന്നപ്പോൾ പയ്യനാണ്, ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചതുപോലെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെയൊക്കെ ഒരു കൺസെപ്റ്റിൽ വന്ന വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് കാഷ്വലി ചോദിച്ചതാണ്. ഏജിനേക്കാൾ +or-3 ആണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് എനിക്ക് റെസ്പോൺസ് വന്നത്. അപ്പം ഇപ്പം കുറച്ചും കൂടി ആളുകൾ ഏജ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ബോത്ത് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും അത് അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അതർവൈസ് ഈ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് മേ ബി കൾച്ചറൽ ഡിഫറൻസസ് അവിടെയും വരാം. ഗേൾസിനെ കുറച്ചും കൂടി നമ്മുടെ സൊസൈറ്റിയിലൊക്കെ പണ്ട് തൊട്ടേ പെൺകുട്ടികൾ വേറെ വീട്ടിൽ പോകാനുള്ളതാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കോൺവെർസേഷൻസ് കേട്ടിട്ടല്ലേ നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ പറയാതെ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളത് ചെയ്യേണ്ടതാണ്, ഡിസിപ്ലിൻഡ് ആവേണ്ടതാണ്, വീട്ടിലെ കാര്യങ്ങളിൽ നമ്മുടെ ഒരു ശ്രദ്ധ എത്തേണ്ടതാണ്, നമ്മളെ സേഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നടക്കണം, നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഗേൾസ് കേട്ട് വളരുന്നതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആയിട്ടോ ഓർഗനൈസ്ഡ് ആയിട്ടോ പ്ലാൻഡ് ആയിട്ടോ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടായോ കരിയറിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഞാൻ പഠിച്ച ജോലി ഉണ്ടെങ്കിൽ എനിക്കൊരു സ്റ്റാൻഡേർഡുള്ളൂ എന്നുള്ളൊരു ഫിയറിൽ നിന്നൊക്കെ കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പലപ്പോഴും ഗേൾസ് വരാറുണ്ട്. ഈവൻ ഇമോഷണൽ കാര്യങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിലൂടെ കുഞ്ഞിലേ തൊട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഇമോഷണൽ അവയർനെസ് നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വളരുന്നത്. പലപ്പോഴും ബോയ്സിന് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒരു റിലേഷനിലൊക്കെ ആയ ശേഷമാണ് ഇത്രയ്ക്ക് ഇമോഷൻസോ ഇങ്ങനത്തെ ഇമോഷൻസോ ഇങ്ങനെയൊക്കെ കരയോ ഇങ്ങനെയൊക്കെ പറയോ ഇതിന് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനത്തെ കോൺവെർസേഷൻസൊക്കെ റിലേഷനിലായിട്ടായിരിക്കും ഇവർക്ക് വളരെ നോർമലായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. എൻ്റെ വീട്ടിൽ അമ്മയ്ക്കോ സിസ്റ്ററിനോ ഒന്നും ഇങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ അവർ പലപ്പോഴും സെഷൻസിലൊക്കെ പറയുന്ന കേൾക്കാം. അപ്പോൾ ചിലപ്പോൾ അവരൊന്നും ഇത് ഷെയർ ചെയ്യാൻ മക്കളുടെ അടുത്ത് വന്നോളണമെന്നോ ബ്രദേഴ്സിൻ്റെ അടുത്ത് വന്നോളണമെന്നോ ഇല്ല, പക്ഷെ പാർട്ട്ണറാണല്ലോ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഇമോഷണൽ അവയർനെസ്സിലും ഒക്കെ മെയിൽ ഫീമെയിൽ ഡിഫറൻസസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആളുകൾക്ക് തോന്നുന്നതായിരിക്കാം കുറച്ചും കൂടി ഏജ് ആണെങ്കിൽ കുറച്ചുകൂടെ മെച്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ ഗേൾസിനെ കുറച്ചുകൂടെ മനസ്സിലാക്കി ടേക്ക് കെയർ ചെയ്യാൻ നല്ലത് ഗേൾസിൻ്റെ ഏജ് കുറവോ ബോയ്സിൻ്റെ അത് കുറച്ചുകൂടി ഇരിക്കട്ടെ എന്ന് തോന്നിയിട്ടായിരിക്കാമെന്ന് തോന്നുന്നു. അതുപോലെ ബന്ധങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് വെച്ചാൽ ആളുകൾ പലപ്പോഴും തുറന്ന് സംസാരിക്കാത്ത കാര്യങ്ങളുണ്ടാവും. എൻ്റെ നോട്ടത്തിൽ മനസ്സിലാവട്ടെ, എൻ്റെ ചിന്തയിൽ മനസ്സിലാവട്ടെ, എൻ്റെ പ്രവൃത്തിയിൽ മനസ്സിലാവട്ടെ, അന്ന് ഞാൻ കുറച്ചേരം സൈലൻ്റ് ആയിട്ടിരുന്ന എൻ്റെ ഉള്ളിൽ എന്താണെന്ന് അവന് അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാവും. ഇത് കൂടുതലും പെൺകുട്ടികൾക്കുള്ളിലാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടികൾ കുറച്ചും കൂടി അത്ര ഇമോഷൻസ് തിങ്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇത്രയ്ക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, ഇത്രയ്ക്ക് ചിന്തിക്കേണ്ടതുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷെ പെൺകുട്ടികൾ കുറച്ചും കൂടി അതിനെ ഇമോഷണലി എടുക്കാറുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ ഇമോഷൻസും നമ്മൾ പങ്കാളിയോട് പറയേണ്ടതുണ്ടോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ടോ ഒരു ബന്ധത്തിൽ? കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും വേറെ ഒരാളുടെ മൈൻഡ് അങ്ങനെ റീഡ് ചെയ്യാനുള്ള സ്കില്ലൊന്നും തന്നു വിട്ടിട്ടില്ല. അപ്പോൾ ആകെയുള്ള സ്കില്ല് നമുക്ക് തന്നു വിട്ടിട്ടുള്ളത് സംസാരിക്കാനാണ്. ഓക്കെ, നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും നമ്മളുടെ സ്റ്റേറ്റും നമ്മുടെ കൺഫ്യൂഷൻസും ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്താൽ മാത്രമേ മറ്റേ മനസ്സിലാവുള്ളൂ. പലപ്പോഴും ഇത് ഷെയർ ചെയ്യാൻ പറ്റാതെ പോകുന്നത് അപ്പുറത്തുള്ള ആൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് പേടിച്ചിട്ടും കൂടിയാണ്. പല റിലേഷനിലും പാർട്ട്നേഴ്സ് പലരും സൈലൻ്റായി പോവുക, മുന്നേ കേട്ടിരുന്നത് പോലെ ഇപ്പോൾ കേൾക്കുന്നില്ല, മുന്നേ ഭയങ്കര പേഷ്യൻസ് ആയിരുന്നു എല്ലാം കേൾക്കാനും ഹെൽപ്പ് ചെയ്യാനും, ഇപ്പം അതൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന കംപ്ലയിൻറ്റ്സ് പലപ്പോഴും കേൾക്കാറുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെയും ആളുകൾക്ക് ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ലിസൺ ചെയ്യാന്ന് പറയുന്നതും ഒരു വലിയ സ്കില്ലാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ട് ആൻസർ പറയാൻ ഞാൻ പ്രിപ്പയർഡ് ആവുന്ന ടൈപ്പ് ഓഫ് കോൺവെർസേഷനാണ്. പക്ഷേ റിലേഷൻഷിപ്സിൽ എപ്പോഴും അങ്ങനത്തെ കോൺവെർസേഷൻസ് അല്ല ഉണ്ടാവുക.
മറുപടി എക്സ്പെക്ട് ചെയ്യുന്ന കോൺവെർസേഷൻ ആവില്ല, എന്നെ മനസ്സിലാക്കൂ എന്നുള്ള കോൺവെർസേഷൻസ് ആയിരിക്കും. അവിടെ നമ്മൾ മറുപടി പറയാൻ പ്രിപ്പയർഡ് ആവുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറേ ഇൻഫർമേഷൻസ് എടുക്കാൻ പോകുന്നു, കുറേ മെമ്മറീസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. ആൻഡ് മുന്നിലുള്ള ആൾ പറയുന്നതിലേക്ക് നമ്മൾ ഫുൾ അറ്റൻഷൻ കൊടുക്കില്ല. അപ്പം മുന്നിലുള്ള ആൾ പറയുന്നത് എന്താണ് അയാൾ പാസ് ചെയ്യണതെന്നുള്ളത് എത്രത്തോളം പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി എംപത്തറ്റിക്കലി ലിസൺ ചെയ്യാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചാണ് അപ്പുറത്തെ ആളെ നമുക്ക് കംഫർട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ലിസണിങ് സ്കില്ലും. അപ്പോൾ ഇത് രണ്ടും ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സിലൊക്കെ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരിക്കലും അവരെ ഊഹിച്ച് മനസ്സിലാക്കി വരില്ല. ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ കുറേ ഹാബിറ്റ്സും പാറ്റേൺസും കാര്യങ്ങളും ദേഷ്യം വരുന്ന രീതികളും സങ്കടം വരുന്ന രീതികളും ഒക്കെ കണ്ട് നമുക്ക് കുറേ ഐഡിയ ഉണ്ടാവാം. ഇതായ അയാൾക്ക് ഇഷ്ടമില്ല, ഇതായ അയാൾക്ക് വിഷമാവും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളെ ബെറ്റർ ഇമോഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഹാപ്പി ആക്കാൻ പറ്റും. ഈ അവയർനെസ് ഒക്കെ നമുക്ക് പ്രൊലോങ്ഡ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ വരും. പക്ഷേ എപ്പോഴും ബെറ്റർ നമ്മുടെ നീഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ ഓക്കെ ആവുന്നോ, അയാളത് മറന്നു പോയിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറുന്നു പറയുമ്പം നിങ്ങളത് ഡംപ് ചെയ്തു എന്നേ ഉള്ളൂ. അതിന് അടുത്ത ഇഷ്യൂ വരുന്ന സമയത്ത് അതും അതിന് മുന്നേ ഉള്ളതും അങ്ങനെ സോൾവ് ചെയ്യാതെ കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പുറത്തോട്ട് വരത്തേ ഉള്ളൂ. അപ്പോൾ ബെറ്റർ ടോക്ക്, ലിസൺ. അതുപോലെ ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് നമ്മുടെ ഒരു ബന്ധത്തെ നശിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടാവില്ല. ചിലർ പിണങ്ങി കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കണ്ടാവില്ല. അവർ പറയണേ അവരുടെ ഒരു ടൈം എടുക്കുന്നു എന്നുള്ളതായിരിക്കും. പക്ഷെ ഇപ്പുറം നിൽക്കുന്ന ആൾക്ക് ചിലപ്പം പറഞ്ഞായിരിക്കും അത് തീരേണ്ടതുണ്ടാവുക. അപ്പോൾ ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് ബന്ധത്തിന് ശരിക്കും ഗുണകരമാണോ ദോഷമാണോ? ഗുണമാണെന്ന് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ചില ആളുകൾക്ക് പെട്ടെന്ന് ഇമോഷൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു കോൺവെർസേഷൻ ഇങ്ങനത്തെ വരുമ്പം അവർക്ക് ത്രെട്ടണിങ് ആയിട്ട് ഫീൽ ചെയ്യാം. ഓ, എന്നെ കുറ്റം പറയാനോ, എന്നെ ബ്ലെയിം ചെയ്യാനോ, ഞാനാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരി എന്ന് ഫീൽ ചെയ്യാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഫീലും, പല ഇമോഷൻസ് അല്ലേ, മനുഷ്യന്മാരല്ലേ, പല ഇമോഷൻസ് വരാം. ചിലപ്പോൾ അവർക്കൊരു ടൈം വേണ്ടി വരും ഇത് പ്രോസസ്സ് ചെയ്യാൻ. എന്താ ഇപ്പം ഇങ്ങനെ പറഞ്ഞേ, ഞാൻ എന്ത് ചെയ്തിട്ടാ, ഞാൻ തിരിച്ചെന്താ പറയേണ്ടത്, ഇതൊക്കെ ഒന്ന് ചിലപ്പോൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യം ചില ആളുകൾക്ക് വരാം. അങ്ങനെ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ടൈം വേണം എന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് വിചാരിച്ച് അതും സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റും ഒന്നല്ല. ഓക്കെ, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒരു സംസാരവും, എപ്പോൾ തിരിച്ച് സംസാരിക്കും എന്നുള്ളതും അറിയില്ല, സംസാരിക്കുമോ എന്നുള്ളതേ അറിയില്ല, ഇനി മിണ്ടാതൊരു വഴിക്ക് പോയാൽ ഇനി തിരിച്ചു വരുമോ എന്നുള്ളതും അറിയില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിനെയാണ് നമ്മൾ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മളൊരു പോസ് എടുക്കുക എന്ന് പറയുന്നിടത്ത് റീകണക്റ്റ് ആവും എന്നുള്ള അഷ്വറൻസ് കൊടുക്കും. ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം, എനിക്കൊന്ന് ഓക്കെ ആയിട്ട് വേണം ഇതിനെപ്പറ്റി സംസാരിക്കാൻ എന്നുള്ളൊരു ടൈം ബൗണ്ട് ആയിട്ടായിരിക്കും ആ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ റീഅഷ്വർ ചെയ്യും കൂടിയല്ലേ ചെയ്യണേ, ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കും, ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടേ വിടുള്ളൂ, ഞാൻ എങ്ങോട്ടും പോണില്ല, നമ്മളൊന്നിച്ച് തന്നെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പോണത് എന്നുള്ളൊരു അഷ്വറൻസ് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഒരു മീ ടൈം എടുത്തിട്ട് ഓക്കെ ആയിട്ട് വരുന്നതും ഇതിനെപ്പറ്റി പറയാതെ പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ബന്ധങ്ങളിൽ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മുടെ എക്സ് റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇനി വരുന്ന പങ്കാളിയോട് സംസാരിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെയാണോ? നമ്മൾ ഇനി വരുന്ന പങ്കാളിയോട് ഇനി അവരൊപ്പം ഉള്ളപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആളും തരം നോക്കിയിട്ടാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് മാത്രമേ സത്യമായിട്ട് അതിനകത്തുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ട്രസ്റ്റിൽ വ്യത്യാസം വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്രത്തോളം ഏത് എക്സ്റ്റെൻഡ് വരെ ഷെയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതുകൊണ്ട് പാസ്റ്റിലുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കണം, പറയുന്നത് ഭയങ്കര പ്രശ്നമാവും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആളുകളെ നോക്കിയിട്ട് ഇപ്പോൾ ചില കേസസിൽ നമ്മൾ തന്നെ ഈ പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഗിൽറ്റായിട്ടൊക്കെ ഞാൻ ഇനി എങ്ങനെയാണ് വേറൊരു പാർട്ട്ണറിനെ മാരി ചെയ്യാന്നൊക്കെ ചോദിച്ച് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില കേസസിൽ നമ്മളത് ഷെയർ ചെയ്യേണ്ട എന്ന് പറയേണ്ട സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ചില കാര്യങ്ങളിൽ ഫിസിക്കൽ ഇൻറ്റിമസിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള പ്രീവിയസ് റിലേഷൻസ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട,
അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി എന്നുള്ള കാര്യത്തിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരാറുണ്ട്. അതർവൈസ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിരുന്നോ, ഒരു സാധനം ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിച്ചിട്ട് അത് ഫുള്ളി പ്രശ്നമാവണം എന്ന് നിർബന്ധമില്ലല്ലോ. അതിലും ഗുഡ് പീരീഡ്സ് ഉണ്ടാവാമല്ലോ. അപ്പോൾ ജസ്റ്റ് അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ അപ്പുറത്തുള്ള ആൾ ഏത് ടൈപ്പാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടൊക്കെ മതി. അല്ലാതെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മളെല്ലാം പറയാനുള്ള ടെൻഡൻസിൻ്റെ പുറത്ത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ളത് ആളെ മനസ്സിലാക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ചിലപ്പോൾ റിലേഷൻഷിപ്സിൽ വരാറുണ്ട്. ചിലപ്പോൾ പിന്നെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളിൽ അതെടുത്ത് സംസാരിക്കുക, നമ്മുടെ ക്യാരക്ടറിനെ അസസിനേഷൻ ചെയ്യുന്നത് പോലെ സംസാരിക്കുക, നമ്മളെ ബ്ലെയിം ചെയ്യുക, അങ്ങനത്തെ രീതികളൊക്കെ വരാൻ ചാൻസസ് ഇല്ലയെന്നും ഫുള്ളി നമുക്ക് പറയാൻ പറ്റില്ല, അപ്പുറത്തുള്ള ആളെ പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ. സോ നോക്കിയിട്ട് വേണ്ടത് സംസാരിക്കാതിരിക്കണം എന്നില്ല, എല്ലാം സംസാരിക്കണം എന്നില്ല, ആളെ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക. അതുപോലെ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ പേഴ്സണൽ സ്പേസ്, ഈ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ പേഴ്സണൽ സ്പേസിനെ നമ്മളങ്ങ് കുറയ്ക്കും. എല്ലാ ആക്ടിവിറ്റീസും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീല് കാണുന്നതാണ് എൻ്റെ പേഴ്സണൽ സ്പേസും അവൻ്റെ പേഴ്സണൽ സ്പേസും ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ റീലുകൾ വരാറുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്ക് അത് കുറച്ചും കൂടെ കണക്ട് ആവുകയും ചെയ്യും. പക്ഷെ ഒരു ബന്ധത്തിലായിരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ പേഴ്സണൽ സ്പേസും ഇഷ്ടങ്ങൾക്കും സമയം കണ്ടെത്തേണ്ടതില്ലേ? അതിൽ പേഴ്സണൽ സ്പേസ് വേണ്ട സാഹചര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ഒരേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ആഫ്റ്റർ മാരേജ് എല്ലാ കാര്യവും ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കപ്പിൾസും ഉണ്ട്. മനസ്സിലാണ്ടോ? ജിമ്മിൽ പോകുന്നതും ഫ്രണ്ട്സ് എല്ലാവർക്കും കോമൺ ഫ്രണ്ട്സായി മാറും. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും വൈഫിൻ്റെ ഫ്രണ്ട്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഒരുമിച്ച് ചെയ്യുന്നത് പോലെ ആവും. അവർക്കൊരു ഇൻഡിവിജ്വൽ സ്പേസ് സെപ്പറേറ്റ് എനിക്ക് വേണം എന്നുള്ള ഫീലൊന്നും ഉണ്ടാവണമെന്നില്ല. അതും പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസമുള്ള കാര്യമാണ്. നേരെ മറിച്ച് ചില ആളുകൾക്ക് ചിലപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരാൾ ഭയങ്കര സോഷ്യൽ ബീയിങ് ആണ്, മറ്റേ ആൾ അത്ര കംഫർട്ടബിൾ അല്ല. ചിലപ്പോൾ അയാൾക്ക് ഇടയ്ക്കെങ്കിലും ആംബിവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, ഇടയ്ക്ക് പേഴ്സണൽ ടൈമും വേണം, എന്നാൽ ഇടയ്ക്ക് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും ഇഷ്ടമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റുകൾ വരുമ്പോൾ മറ്റേ ആൾ എന്നാൽ പുറത്ത് പോയിക്കോട്ടെ, ഞാനിവിടെ വീട്ടിലിരുന്നിട്ട് എൻജോയ് ചെയ്യാം എന്നുള്ള രൂപത്തിൽ ഓപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്പേസും ഫ്രീഡവും അല്ലേ അത് ഉണ്ടാവുക. മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യുന്ന രണ്ട് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഇതൊന്നും ഒരു വിഷയമേ ആവില്ല. നീഡുകൾ എക്സ്പ്രസ് ചെയ്യാനും കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ആ നീഡിനെ അക്നോളജ് ചെയ്യാനും ആ നീഡിനെ റെസ്പെക്റ്റ് ചെയ്യാനും അത് ഫുൾഫിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആളായിരിക്കും പാർട്ട്ണർ.